ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുൽത്താസനാണ്. ഹാപ്പി സൺഡേ ഗൈസ്. ഇന്നിപ്പോൾ ഞാനുള്ളത് വേത്തി എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ്. ഇവിടെ സ്കീയിങ് സെൻ്ററാണ്. ഇത് സ്കീയിങ് പ്ലേസാണ്. എല്ലാവരും സ്കീയിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതോടെ വിൻ്റർ ടൈമാണ്. വിൻ്റർ ടൈം സ്റ്റാർട്ട് ചെയ്ത കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഐസിലുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. എല്ലാവരും കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. മഞ്ഞായാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. അവർ മഞ്ഞത്തുള്ള പരിപാടികൾ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ ഞാനും തുടങ്ങാൻ പോവാണ്. ഞാനും ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ്. അപ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഫ്രീ ആണ്. ഇവിടെ ഈ ബൗണ്ടറി കെട്ടിയിട്ടുള്ള സ്ഥലം കണ്ടോ, ഇതിൻ്റെ അപ്പുറമാണ് പൈസ കൊടുത്തിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള പ്ലേസ് ഫ്രീ ആണ്. ഇതാണ് നിങ്ങൾ കാണുന്നത് ബിൽഡിംഗ് കണ്ടോ, ഇവിടെയാണ് പേ ചെയ്യേണ്ട. ഇത് ഇവിടെ വെഹിക്കിളുണ്ട്, ഇതുണ്ടോ, വണ്ടികളുണ്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗൈസ്, അപ്പോൾ ഞാനും ഇത് ചെയ്യാൻ പോവാണ്. കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കുന്നതാണ്, കാണിച്ചു തരാം എല്ലാവർക്കും. ഓക്കെ, ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്, സബ്സ്ക്രൈബ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് സ്കീയിങ് സെൻറ്റർ, വേത്തി സ്കീയിങ് സെൻറ്ററാണ്, സ്കീയിങ് പ്ലേസാണ്. ഇവിടെ എല്ലാവരും വരും. ഇവിടെ ഏരിയയിലുള്ള എല്ലാവരും വരും. ഹെൽസിങ്കിയിലുള്ള ആൾക്കാർ വരെ ഇവിടെ വരും. ഇവിടെ ഹെൽസിങ്കി ഒരു 30-35 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. എന്നാലും ഇവിടെ ആൾക്കാർ, കുട്ടികളും എല്ലാവരും വന്നിട്ട് ഇവിടെ ഇതിന് ഈ ഗെയിം ഇവിടെ ഇതിൽ പങ്കുചേരും. എല്ലാവരും നല്ലൊരു എക്സസൈസും അതേപോലെ സ്ട്രെസ്സ് പോകാനുള്ള ഒരു ഗെയിമും കൂടി തന്നെയാണിത്. നല്ല ഒരിതാണ്. മഞ്ഞത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ്, ഗെയിം തന്നെയാണ്. ഇവിടെ കാലത്തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. ഇവിടെ കുറേ ചൈനക്കാരും വന്നിട്ടുണ്ട് ഇന്ന്, കുട്ടികളെ കൂടി. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. കാരണം അവർ മഞ്ഞത്ത് ജീവിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. അതൊക്കെ മേലെ നിന്ന് വരുന്ന ആളുകൾ കംപ്ലീറ്റ് പ്രൊഫഷണൽ ആളുകളാണ്. താഴെ ഉള്ളവർക്കാണ് ഇവിടെ താഴെ ഈ കെട്ടിയിട്ടതിൻ്റെ പുറത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം വെച്ചിട്ടുള്ളത്. അതേപോലെ ഇഷ്ടംപോലെ കാറുകൾ കണ്ടോ നിങ്ങൾ. സൺഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ തന്നെ ഉണ്ട്, നിറഞ്ഞ് വളരെയധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് മേലെ നിന്ന് താഴത്തോട്ട് വരാനായി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നല്ല പൈസ അവിടെ പേ ചെയ്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ അത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ഒന്നും അത്രയ്ക്ക് വലിയ പ്രിപ്പയർ ആയിട്ടൊന്നല്ല പോകുന്നത്. ജീൻസ് ഒന്നും ഇടാൻ പാടില്ല ശരിക്ക്. അതിൻ്റെ ട്രാക്ക് സൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകണമെങ്കിൽ. ഇപ്പോൾ ഞാൻ 2-3 ബനിയൻ ഒക്കെ ഇട്ടിട്ടാണ് പോണത് തണുപ്പുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വെതർ തണുപ്പുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായിട്ട് വിശർത്തു. അപ്പോൾ ഇനി പ്രത്യേകം പ്രിപ്പയറായിട്ട് തന്നെ അടുത്ത നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ വരണം. നെക്സ്റ്റ് വീക്ക് വരും എന്തായാലും ഉറപ്പായിട്ടും. എനിക്ക് പഠിക്കാൻ തന്നെയാണ് ആഗ്രഹം. അത് ഞാൻ ഇത് ഒരു എല്ലാ ദിവസം നമ്മളെല്ലാ ആഴ്ചയിലും ഇത് ട്രെയിനിങ് ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും വീഴും, ബാലൻസ് കിട്ടാതെ. ബാലൻസാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഞാനത് ഇടാൻ പോവാണ്. ഇപ്പോൾ ഞാൻ അതൊരു പുതിയത് വാങ്ങിച്ചാണ്. കിർപ്പീസ് നിന്നാണ് വാങ്ങിച്ചത്. കിർപ്പീസ് ഹെൽസിങ്കി വാനിൻ്റെ ബേസിലുള്ള ഒരു കിർപ്പീസ് നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിനൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് കറക്റ്റായിട്ട് തന്നെ അതിലിടണം, നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വലുപ്പമുള്ളതൊന്നും ഈ ബിഗിനറായിട്ടുള്ള പഠിക്കുന്ന ആളുകൾക്ക് ഇത്ര വലുപ്പമുള്ളതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കാലെടുത്ത് വെക്കുന്നതാണ് കൂടുതൽ, നമ്മൾ വെച്ചിട്ടാണ് കൂടുതലും പോകാൻ ശ്രമിക്കുക സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചതിന് അവിടെ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഊരിയുണ്ടായിരുന്നില്ല, അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനത് പൂരാൻ പോവാണ്. വേറൊന്നുമില്ല, താക്കോലുകൊണ്ട് കട്ട് ചെയ്തു. ഞാൻ കട്ട് ചെയ്ത് ഊരി മാറ്റി. നല്ല മഞ്ഞുണ്ട്, പക്ഷെ അധികം മഞ്ഞ് കറക്റ്റായിട്ട് മഞ്ഞായിട്ടില്ല. അവിടെ ഒരു കുട്ടിക്ക് കാലുമ്പോൾ പൊട്ടി. കുട്ടിയുടെ കാല് പൊട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഫുള്ള് മഞ്ഞ് ശരിക്കും അങ്ങോട്ട് നിറഞ്ഞിട്ടില്ല. നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒന്നും പറ്റാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വീണ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെറിയ കല്ലൊക്കെ മുളച്ച് നിൽക്കണമെങ്കിൽ കല്ലൊക്കെ മുട്ടുമ്പോൾ ഇടിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ ബിഗിനറാണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു പ്രാക്ടീസും ഇല്ലാതെ സ്റ്റാർട്ടിങ് ഞാനത് ചെയ്യാണ്. ഒരു പ്രാക്ടീസും ഇല്ല, എനിക്കൊന്നും അറിയില്ല, ABCD പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. ഞാൻ വീഴാൻ പോകണപ്പോൾ കുട്ടികൾ പോകുന്ന പോലെയാണ്, ചെറിയ കുട്ടികൾ പോകുന്ന പോലെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇത് മെയിനായിട്ടുള്ള കാര്യം, ബാക്കിലോട്ട് നമ്മളാവരുത് ഒരിക്കലും. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുഞ്ഞ് നിന്നിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. അതിന് പ്രത്യേകം ബാലൻസ് വേണം. എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞ് തന്നിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല. വീണു, ഫസ്റ്റ് വീഴ്ച ഒരെണ്ണം കഴിഞ്ഞു. അത് വീണാൽ അത് എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാലുമ അതൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ള സാധനമാണ്. അത് ഒരു നാക്കിൽ തന്നെ എഴുന്നേക്കണം. ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഒരു 2-3 വീക്സിനുള്ളിൽ, 3-4 വീക്സിനുള്ളിൽ, ഒരു മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു 60% നമ്മുടെ കയ്യിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും എനിക്ക് ബാലൻസ് കിട്ടി തുടങ്ങി. കുറച്ച് ബാലൻസ് എനിക്ക് കിട്ടി തുടങ്ങി. പോകാനായിട്ട് വടി പിടിച്ചിട്ടായാലും പോകാനായിട്ടുള്ള ഒരു ബാലൻസ് കിട്ടി തുടങ്ങി. കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ ഭയങ്കര ഇറക്കം, അവിടെ നിന്ന് ഭയങ്കര ഇറക്കത്തോടെ ഞാൻ വന്നു. ലാസ്റ്റ് ഇറക്കത്തിപ്പോഴാണ് ഞാൻ വീണത്. ചെറിയൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഭയം മാറി കിട്ടണമെങ്കിൽ കുറച്ച് 2-3 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, 3-4 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അത് ഭയം മാറുള്ളൂ. നിലത്ത് വീഴുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം മനസ്സിലുണ്ട്. പിന്നെ വീഴും, നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ, വീഴുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ അടുത്തോടെ വരുന്ന ആൾക്കാർക്ക് അവർ ഭയങ്കര എക്സ്പെർട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ വീണാലും അവർ നമ്മുടെ അടുത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ആ പോകുന്ന ആൾ തൻ്റെ ഇത് കണ്ടിട്ട് ഭയങ്കര ശരിയായിരുന്നു, തമാശയല്ല. അവർ കാണുമ്പോൾ നമ്മളറിയാത്തൊരാൾക്കാർ ചെയ്യുമ്പോഴേ നല്ലൊരു തമാശയായിട്ടല്ല തോന്നുക. അപ്പോൾ ഞാനിങ്ങനെ വടിയാണ് അതിൻ്റെ ബാലൻസ്. നമ്മൾ വടി കറക്റ്റായിട്ട് പിടിക്കണം. പിന്നെ വടിയുടെ ഹൈറ്റ് കറക്റ്റായിട്ട് തന്നെ വാങ്ങണം. ഇത് കണ്ടോ, ഇത് ആൾ മാറി, സൈഡിൽ നിന്ന് മാറി. ഇങ്ങനെയൊന്നും മാറാനായിട്ട് എനിക്കറിയില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കാന്നല്ലാതെ വേറൊരു രക്ഷയില്ല. അതിനൊക്കെ ഓരോ നാക്കുണ്ട്. ഇതൊക്കെ പതുക്കെ പടിപടിയായിട്ട് പഠിക്കും. അതിന് നമ്മളിത് തന്നെ വേണം. ചെയ്യാതെ വീണു, പിന്നെയും വീണു. ഇപ്പം 3ാമത്തെ വീഴ്ചയായി. അപ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമ്മൾ പഠിക്കില്ല. എന്തെങ്കിലും റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഫെയിലാവും, ഒന്നല്ലെങ്കിൽ പാസ്സാവും. അതിൽ നമ്മൾ ചെയ്താലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇത് വേറെ വിനോദങ്ങളൊന്നും ഈ ഐസ് ടൈമിൽ, ഈ വിൻ്റർ ടൈമിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടാനും എല്ലാത്തിനും വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ കിർപ്പിസിൽ നിന്ന് ഈ ഐറ്റംസുകളെല്ലാം കിട്ടും. വളരെ ചീപ്പായിട്ട് തന്നെയാണ് കിട്ടിയത്. എനിക്ക് 30 യൂറോയ്ക്ക് 15 യൂറോയ്ക്ക് എനിക്ക് ഷൂസ് കിട്ടി. അതുപോലെ അതിന് 20 യൂറോ ആയുള്ളൂ. അതുപോലെ സ്റ്റിക്കിന് 8 യൂറോ ആയുള്ളൂ. അപ്പോൾ ഒന്നും അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. എക്സ്പെൻസീവ് ആവണം നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ഫിൻലാൻഡിൽ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഒരുപാട് കിട്ടും. ശ്രദ്ധിക്കുക, വാങ്ങിക്കുക. ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ പ്രാക്ടീസിങ് ചെയ്യണ ഈ പ്ലേസിന് നമ്മൾ യാതൊരു പൈസയും കൊടുക്കണ്ട. ഇവിടെ ആർക്കും വേണമെങ്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണ്ട. 4ാമത്തെ വീഴ്ചയായി, ഒരു രക്ഷയില്ല. 4ാമത്തെ വീഴ്ചയായി. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒക്കെ ഞാൻ ആയിപ്പോൾ ഞാൻ കുറേശ്ശൊക്കെ മെച്ചപ്പെട്ട് വന്നു തുടങ്ങി. അപ്പോൾ അവിടെ നിൽക്കണ 2 ഭർത്താവാണ്. അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ പതുക്കെയാണ് പോകണമെന്നുണ്ടെങ്കിലും ക്ലിയറായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ബിഗിനറായിട്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഹാപ്പി ചെയ്യുന്ന ദിവസം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ഗായ്സ്. ബൈ.